ഇന്നലെ രാത്രി മുതൽ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഈ മഴയെ തുടർന്ന് മീനച്ചലും മണിമല ആറുകളിലുമൊക്കെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പാല, കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെള്ളം ഇറങ്ങിപ്പോയ മേഖലകളിൽ വീണ്ടും വെള്ളം കയറി. കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലകളിൽ ഗതാഗത സ്തംഭനമുണ്ട്. നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയറി. കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇന്ന് തുറക്കും. അജിത് ബാബു ആണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അജിത്ത്, ഈ കോട്ടയത്തെ സാഹചര്യം, അതായത് ഇപ്പം പ്രശ്നം എന്ന് വെച്ചാൽ വെള്ളം ഇറങ്ങി തുടങ്ങിയ സ്ഥലങ്ങളിൽ പോലും വീണ്ടും വെള്ളം കയറുന്നൊരു അവസ്ഥയുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും മഴ പെയ്യുന്നു എന്ന് മനസ്സിലാകുന്നു അജിത്തിന്റെ ഫ്രെയിം കാണുമ്പോൾ. അപ്പോൾ എന്താ അജിത്തെ നിലവിലെ ഒരു സാഹചര്യം? കൂടുതൽ ക്യാമ്പുകൾ ഇന്ന് സജ്ജമാകുമെന്ന് പറയുന്നു, കൂടുതൽ വീടുകളിൽ വെള്ളം കയറുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് ജില്ലയിലെ ഇപ്പോഴത്തെ ഒരു പൊതു സാഹചര്യം? സേതുലക്ഷ്മി, പ്രധാനമായും ഈ ഉരുൾപൊട്ടലുണ്ടായ മേഖലകൾ ഉൾപ്പെടെ ഇന്നലെ മുതൽ രാത്രി മുതൽ ശക്തമായ മഴയുണ്ട്. പ്രത്യേകിച്ച് മുണ്ടക്കയം, പാല, കാഞ്ഞിരപ്പള്ളി, എരുമേലി ഉൾപ്പെടെയുള്ള മേഖലകളിലെല്ലാം ശക്തമായ മഴയാണ്. അതും നിർത്താതെ മണിക്കൂറുകൾ മഴ പെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഈ അവിടുത്തെ പ്രദേശങ്ങളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിപ്പോയതായിരുന്നു. പക്ഷേ അവിടെയെല്ലാം വീണ്ടും വെള്ളം കയറുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ഉണ്ടായി. അതായത് ഈ കടകളൊക്കെ വൃത്തിയാക്കി വ്യാപാരികളൊക്കെ വീണ്ടും കച്ചവടമൊക്കെ ആരംഭിക്കാമെന്ന് കരുതിയപ്പോഴാണ് അതേ കടകളിലെല്ലാം വീണ്ടും വെള്ളം കയറിയ സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ വീണ്ടും അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത് പടിഞ്ഞാറൻ മേഖലയാണ്. അവിടുത്തെ വെള്ളം ഉൾപ്പെടെ ഒഴുകിയെത്തുന്നത്, ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള വെള്ളം ഒഴുകിയെത്തുന്നത് ഈ പടിഞ്ഞാറൻ മേഖലയിലേക്കാണ്. ഐമര, മാർപ്പൂക്കര ഉൾപ്പെടെ താഴത്തങ്ങാടി ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ വലിയ പ്രതിസന്ധിയാണ്. ഇതിപ്പോൾ അപ്പുറത്ത് കാണുന്നത് ആറാണ്, റോഡാണിത്. ആറും റോഡും ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലേക്ക് സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു. ഈ പ്രദേശങ്ങളിൽ താഴത്തങ്ങാടിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നൂറുകണക്കിന് വീടുകളിലാണ് ഇവിടെ മാത്രം വെള്ളം കയറിയിരിക്കുന്നത്. ജനങ്ങളുടെ പ്രതിസന്ധി അത്രമാത്രം രൂക്ഷമാണ്. 2018 സമാനമായ സാഹചര്യം എന്ന് ആണ് ജനങ്ങൾ പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയുന്ന സാഹചര്യം ഇല്ല. ഇല്ല. അതുപോലെ വെള്ളമാണ്. ഇപ്പം എങ്ങനെ മനുഷ്യൻ പുറത്തിറങ്ങും? പുറകോട്ടുള്ള വീടുകളെല്ലാം നിറച്ച വെള്ളമാണ്. ഈ വീടുകളിൽ വെള്ളം കയറുന്നതിനൊപ്പം തന്നെ ആളുകൾ പെട്ടെന്ന് മാറാനുള്ള സാഹചര്യങ്ങളില്ല. അപ്പൊ അങ്ങനത്തെ ഒരുപാട് പെട്ടെന്നാണ് വെള്ളം വന്നത്. ഇപ്പം ഇന്ന് രാത്രി കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് വെള്ളം വന്നത്. എങ്ങനെയാ മനുഷ്യൻ മാറാൻ പറ്റുക? അപ്പൊ രാവിലെയാണ് അല്ലോ അറിയുന്നത്, വെട്ടി വെള്ളം കയറുമ്പോഴാണ് അറിയുന്നത്. ഈ നേരത്തെ ഈ പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു ഊഹം ഉണ്ടാകും. പക്ഷേ ഇത്രയധികം വെള്ളം 2018 വലിയ പ്രളയകാലത്തിന്റെ സമാനമായ വെള്ളം ഉയർന്നത് ഇപ്പൊ തന്നെ തുടക്കത്തിന് വലിയ ആശങ്ക ഉണ്ടാക്കുന്നില്ലേ? തീർച്ചയായും. ഈ പാലയിൽ ഉൾപ്പെടെ വീണ്ടും മഴ പെയ്യുന്നുണ്ട്. പിന്നെ അവിടെ പാലായിൽ വെള്ളം ഇറങ്ങിയെന്ന് പറയുന്നു. ആ വെള്ളമാണ് ഒഴുകി വരുന്നു പറയുന്നു. വീണ്ടും മഴ പെയ്യുന്നു. രാവിലെ മഴയാണ്, വീണ്ടും വെള്ളം. അതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. അവിടെ പാലായിൽ ഉൾപ്പെടെ മഴ പെയ്യുമ്പോൾ ആ വെള്ളം ഇങ്ങോട്ടേക്കാണ് ഒഴുകിയെത്തുന്നത്. ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലാണ്. ആ ദുരിതമാണ് കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ വെള്ളം ഇറങ്ങിപ്പോയ മേഖലകളിൽ വീണ്ടും വെള്ളം കയറുന്നു. സേതുലക്ഷ്മി, ഏതാണെങ്കിലും വലിയ പ്രതിസന്ധിയിലാണ് ജനങ്ങൾ. അവരുടെ വസ്ത്രങ്ങൾ എല്ലാം കെട്ടിപ്പിറക്കി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകേണ്ട അവസ്ഥ. മാത്രമല്ല വീട്ടിലുള്ള വളർത്തു ജീവികളെയെല്ലാം പലയിടങ്ങളിലും അയച്ചുവിട്ടതായി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം അവർക്ക് മറ്റു മാർഗങ്ങളില്ലാത്ത രീതിയിലേക്ക് മനുഷ്യർ മാറുന്നു. ഏതാണെങ്കിലും കോട്ടയത്ത് ഈ പടിഞ്ഞാറൻ മേഖലയിൽ ഉൾപ്പെടെ വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നു. അവർക്ക് 2018 സമാനമായ സാഹചര്യമെന്ന് ഇവിടുത്തെ ആളുകൾ പറയുമ്പോൾ അത് അവരുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നാണ്. ആ അനുഭവം അത്ര നിസ്സാരമല്ല. അത് വലിയ ബുദ്ധിമുട്ടാണ് അവർക്കുണ്ടാക്കുന്നത്. അവരുടെ ജീവിതം ആകെ പ്രതിസന്ധിയിലാണ്.